ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ. യേശുവിലേവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 49-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. അതെ, മനുഷ്യൻ ദൈവഭയമില്ലാതെ കാട്ടിക്കൂട്ടുന്നതായ ഓരോ കാര്യങ്ങൾ ലോകത്ത് നാശം വിതറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണല്ലോ. ഏഷ്യ ഭൂഖണ്ഡത്തെ മുഴുവൻ നശിപ്പിക്കുവാനുള്ളതായ ന്യൂക്ലിയർ ബോംബ് ചൈനയുടെ കൈവശമുണ്ട്. അതേപോലെ അമേരിക്കയും റഷ്യയും കരയിലും കടലിലും ബഹിരാകാശത്തും അനേക ന്യൂക്ലിയർ മിസൈലുകൾ, ന്യൂട്രോൺ ബോംബുകൾ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1986 ഒക്ടോബർ 12-ാം തീയതി റെയ്ക്യാവിക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനും റഷ്യൻ തലവനായ ഗോർബച്ചേവും ചേർന്ന് ഒരു സമാധാന സന്ധി ഉണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചു. യുദ്ധോപകരണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. റഷ്യ പറഞ്ഞു, ചില പ്രത്യേക മിസൈലുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കുന്നത് നിർത്തൽ ചെയ്യുവാനായിട്ട് അമേരിക്കയോട് ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക അതിന് സമ്മതിച്ചില്ല. ആ ചർച്ച പെട്ടെന്ന് അലസിപ്പിരിയുകയും ശത്രുതയിലേക്ക് മാറുകയുമാണ് അത് മുഖാന്തരം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നാം നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും യുദ്ധോപകരണങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ നമുക്ക് ഈ അന്ത്യകാലത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അനേക ബാലിസ്റ്റിക് മിസൈലുകൾ ലോകമെമ്പാടുമുള്ള ഓരോ ചെറു രാജ്യങ്ങളുടെ കയ്യിൽ പോലും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതാണ്ട് 3 അടി ചുറ്റളവിൽ 30 ഇഞ്ച് നീളമുള്ള നീണ്ടുകൂർത്ത ഒരു പൈപ്പ് പോലെ കണ്ടാൽ വളരെ നിസ്സാരമാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ. എന്നാൽ ഏതാണ്ട് 2000 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അത് എയ്തു വിടുവാനായിട്ട് കഴിയും. അങ്ങനെ ചെന്ന് നിപതിച്ചു കഴിയുമ്പോൾ ആ പ്രദേശം ആകെ സെക്കൻഡ് കൊണ്ട് കത്തിച്ചാമ്പലാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡൽഹി പോലെയുള്ള പട്ടണങ്ങളും മറ്റുമൊക്കെ ആ നിസ്സാര സമയത്തിന് ഉള്ളിൽ കത്തി ചാമ്പലാകും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? സെഖരിയ പ്രവചനം 14:12 ഇപ്രകാരം പറയുന്നു: യെരുശലേമിനോട് യുദ്ധം ചെയ്ത് സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞ് അഴുകിപ്പോകും. ഇവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് താന് യെരുശലേമിൽ തന്റെ തൃപ്പാദങ്ങൾ ഊന്നുമ്പോൾ എതിർ ക്രിസ്തുവും സൈന്യവും കടന്നു വന്ന് ആക്രമിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അവിടെ അവർക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ്, എതിർ ക്രിസ്തുവിനും സൈന്യത്തിനും ഉണ്ടാകാൻ പോകുന്ന നാശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെയും അതിനു മുൻപ് തന്നെയും ഇപ്പോൾ ലോകത്താകമാനം നടക്കുന്ന ഈ യുദ്ധോപകരണങ്ങൾ ഒന്ന് പൊട്ടിയാൽ, ആരെങ്കിലും ഒന്ന് എടുത്തുപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകമില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. മനുഷ്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിസൈലുകൾ, ന്യൂട്രോൺ ബോംബുകൾ എത്ര കാലം അത് ഭൂമിക്കടിയിലും അതേപോലെ വെള്ളത്തിനടിയിലും അത് സൂക്ഷിക്കും. ഒരു മുട്ട പൊരുന്ന വെച്ചാൽ ഏതാണ്ട് 21 ദിവസം കഴിയുമ്പോൾ അത് പൊട്ടിപ്പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. അതുപോലെ ഭൂമിക്കടിയിലും മറ്റ് വെള്ളത്തിനടിയിലുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇപ്രകാരമുള്ള മിസൈലുകള് അത് ഊഷ്മാവ് കൂടുമ്പോൾ തനിയെ തന്നെ വലിയ പൊട്ടൽ ഉണ്ടാകും എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ
പല മേഘ വിസ്ഫോടനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ള ചില വാതക ചോർച്ചകൾ നമുക്കറിയാം. ഭോപ്പാലിൽ ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിയത് നിമിത്തമായിട്ട് ഏതാണ്ട് 3000 പേരാണ് അന്ന് അവിടെ മരണപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. ഏതാണ്ട് 2 ലക്ഷം പേര് വിഷവാതകം ശ്വസിച്ച് തീരാ രോഗികളായി മാറുവാനായിട്ടും ഇടയായി തീർന്നിട്ടുണ്ട്. അടുത്ത കാലത്ത് കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് വാതക ചോർച്ച ഉണ്ടായത് നിമിത്തമായിട്ടും അനേകർ കഷ്ടമനുഭവിക്കുവാനായിട്ട് ഇടയായതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും സംഭവിച്ചതിനേക്കാൾ വലിയ അനർത്ഥങ്ങൾ ഈ നാളുകളിൽ സംഭവിപ്പാനിരിക്കുന്നു എന്നാണ് 2 പത്രോസിന്റെ ലേഖനം 3:7 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിക്കായി ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നുകളയുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അത് സകലത്തിന്റെയും അന്ത്യത്തിലേക്ക് ലോകം വളരെ ശീഘ്രം ഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതിന്റെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ ദൈവഭയത്തോടുകൂടെ ദൈവവചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ.